രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത അയോധ്യ തന്നെ മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. മുസ്ലിം മതവിശ്വാസികളുമായി തർക്കത്തിലുണ്ടായിരുന്ന ഭൂമി ഹിന്ദു മതവിശ്വാസികളായ ഉടമസ്ഥർ വിട്ടു നൽകുകയും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. അയോധ്യയിൽ തന്നെ ഇത് സംഭവിച്ചത് ചരിത്ര നിയോഗമായിരിക്കാം. ഉത്തർപ്രദേശിലെ അയോധ്യയിലുള്ള ബെൽറീഗാൻ ഗ്രാമത്തിൽ വർഷങ്ങളായി തർക്കത്തിലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. മുസ്ലിങ്ങൾ മരിച്ചാൽ മറവ് ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം ഹിന്ദുക്കളുടേതായിരുന്നു. കഴിഞ്ഞ ദിവസം ഹിന്ദുക്കൾ ഈ സ്ഥലം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തു. തർക്കം ആവശ്യമില്ല എന്നും നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നും പറയുകയും ചെയ്തു. വിവാദത്തിലുണ്ടായിരുന്ന സ്ഥലം ഒരു സന്യാസിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. പേര് സൂര്യകുമാർ ജിൻഗൻ മഹാരാജ്. ഇദ്ദേഹത്തെ കൂടാതെ മറ്റ് 8 പേർ കൂടി ഈ സ്ഥലത്തിന് അവകാശമുണ്ട്. എന്നാൽ ഈ ഭൂമിയിലാണ് വർഷങ്ങളിലായി മുസ്ലിങ്ങൾ മരിച്ചാൽ മറവ് ചെയ്തിരുന്നത്. ഇതോടെയാണ് അവകാശ തർക്കം രൂക്ഷമായത്. രേഖകൾ പ്രകാരം സ്ഥലം ഹിന്ദുക്കളുടേതാണ്. പ്രദേശത്ത് വലിയ ബാബരിസ്ഥാനമുണ്ട്. ഹിന്ദുക്കളുടെ ഭൂമിയോട് ചേർന്നാണ് ബാബരിസ്ഥാൻ. ചില മൃതദേഹങ്ങൾ കവറടക്കിയത് ഹിന്ദുക്കളുടെ സ്ഥലത്താണ്. വ്യക്തമായി അളന്നു തിരിക്കാത്തത് മൂലം സംഭവിച്ചതാണിത്. പിന്നീടാണ് തർക്കം ഉടലെടുത്തത്. തർക്കം വേണ്ട എന്നും സ്ഥലം ബാബരിസ്ഥാനു വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നും സന്യാസി പറഞ്ഞു. മറ്റു അവകാശികളും സമ്മതിച്ചു. ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉടമസ്ഥരും ഒപ്പുവയ്ക്കുകയും ചെയ്തു. ചില കടലാസ് ജോലികൾ കൂടി ബാക്കിയുണ്ട്. എല്ലാം ഉടൻ പൂർത്തിയാക്കുമെന്നും കിഞ്ചൻ മഹാരാജ് പറഞ്ഞു. ഗോസായിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിന് കീഴിലാണ് വിവാദമായ പ്രദേശമുള്ളത്. ഈ മണ്ഡലത്തിലെ MLA BJP നേതാവ് ഗബ്ബു തിരാവിയാണ്. ഇദ്ദേഹം തന്നെയാണ് സമവായ നീക്കങ്ങൾക്ക് മുൻകൈയെടുത്തത്. ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നതെന്നും MLA പറഞ്ഞു. സംഭവ സ്ഥലത്ത് നിന്ന് അല്പം അകലെയാണ് വിവാദമായ അയോധ്യ തർക്കഭൂമിയുള്ളത്. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം 1992-ൽ ഹിന്ദുത്വ സംഘടനകൾ ചേർന്ന് പൊളിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ വിശദമായ റിപ്പോർട്ട് ഓഗസ്റ്റിൽ സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.